ബാസി പയ്യനായിരുന്നു, ഇപ്പൊ ബാസി കുറച്ച് മെച്ചൂർഡായി. നിങ്ങളുടെ ഈ ഒരു കോംബോ, നിങ്ങൾ രണ്ടുപേരും ഉള്ള ഒരു കോമ്പിനേഷൻ അന്നത്തെ യങ്സ്റ്റേഴ്സും പുതിയ ആളുകളെല്ലാം ഏറ്റെടുത്തൊരു കോംബാണ്. അപ്പൊ 10 വർഷത്തിനോളം ശേഷമാണ് വീണ്ടും ഒരു സിനിമയിൽ വരുന്നത്. അപ്പം ഇപ്പം ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എങ്ങനെയുണ്ട്? ബാസി ഇപ്പൊ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി കാണുമല്ലോ, ആക്ടിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പം? അണീബിയാണ് പറഞ്ഞു വന്നതെങ്കിൽ അണീബി എന്ന് പറഞ്ഞാല് ബാസിയുടെ ഒക്കെ തുടക്കമാണ്. അത് ഒരിക്കലും ഇനി നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയി. കാരണം അതൊരു സുഹൃത്ത് ബന്ധത്തിന്റെ കഥയായിരുന്നു. എപ്പോഴും ഞങ്ങൾ നേരത്തെ പറയാതായിരുന്നു, സുഹൃത്ത് ബന്ധത്തിന്റെ കഥ പറയുന്നിടത്ത് എല്ലാ ഭാഷയിലും എല്ലായിടത്തും അത് ഏറ്റെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ പൊങ്കാലയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇതിന്റെ ടാഗ് ലൈൻ തന്നെ ഉണ്ടല്ലോ, ഇതൊരു ചതിയുടെ പൊങ്കാല ആണ് അതിന്റെ ഒരു വ്യത്യാസം. സൗഹൃദം തന്നെയാണ് എന്റെ ബേസ്, പക്ഷെ അതിനകത്തുള്ള ഒരു പകയുടെ ഇതൊക്കെ അത് വ്യത്യാസം വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ ഈ പറയുന്ന പോലെ എപ്പോ കണ്ടു കഴിഞ്ഞാലും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരിക എന്നുള്ളതാണ്. അപ്പോൾ ബാസി പയ്യനായിരുന്നു, ഇപ്പൊ ബാസി കുറച്ച് മെച്ചൂർഡായി. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ.